ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അത് നമ്മൾ ഉണ്ടാക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ടാണ്. കുട്ടികൾക്കൊക്കെ നല്ല മടി ഉണ്ടാവുമല്ലേ വഴുതനങ്ങ കഴിക്കാനായിട്ട്. ഹൈലി ന്യൂട്രിയൻ്റഡായ ഒരു ഫുഡ് ഐറ്റമാണിത്. വൈറ്റമിൻ സി, കെ, B6, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. വെയിറ്റ് ലോസിനും ഷുഗർ കൺട്രോളിനും ഒക്കെ സഹായിക്കുന്നതാണ്. അത് നമ്മുടെ ശരീരത്തിലെത്തിക്കാനായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയ ഒരു കറി ഉണ്ടാക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇതിനായിട്ട് ഒരു വഴുതന മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒപ്പം സവാളയും തുമരപ്പരിപ്പും എല്ലാം കഴുകി വൃത്തിയാക്കി നമുക്കൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. 3 വിസിൽ അടിക്കണം. ഓരോരുത്തരുടെ കുക്കറിൽ വിസിലിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. പരിപ്പ് വേവാനെടുക്കണ സമയം മാത്രം മതിയാവും. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ല പോലെ തവി കൊണ്ട് ഉടച്ച ശേഷം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പുളി എടുത്ത് വെക്കാം. അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് താളിച്ച് കൊടുക്കാം. ഇന്ന് നമ്മൾ 1 അല്ല 2 റെസിപ്പീസാണ് ചെയ്യുന്നത്. ഒരു ബോണസ് റെസിപ്പി കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതുകൂടി കാണണം. ഇപ്പോൾ കടുക് താളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം മീഡിയം ടു ലോയിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. പാനിൽ കുറച്ച് വെള്ളം ചുറ്റിച്ച് അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പിഞ്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ ഒരു പീസ് കായം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ കറിയാണ്, നല്ല ടേസ്റ്റി കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് സോയാ ബോൾസ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് സോയ എടുത്തിട്ടുണ്ട്. അത് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ടതിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ സോയ ബോൾസ് ആയതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അതിനുശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചതക്കേ ആകാവൂ, ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ഒപ്പം കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. സോയയുടെ അളവിനനുസരിച്ച് നാരങ്ങ നീരിൻ്റെ അളവും കൂട്ടാം. മറ്റെല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വറുത്തെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല. റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും നല്ലത് തന്നെ. ഇനി നമുക്കിത് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 സെറ്റായിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. കോൺഫ്ലോർ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് രണ്ടാമത് ഫ്രൈ ചെയ്യുമ്പോൾ കോൺഫ്ലോറും കടലമാവും ഒക്കെ ആഡ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ ട്രിപ്പ് സോയാ ബോൾസ് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്.
ഇനി നമ്മൾ ബാക്കിയുള്ള സോയയിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും അഡീഷണൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. സോയയുടെ ഉള്ളിലുള്ള വെള്ളം തന്നെ മതിയാകും. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ട്രിപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ 2 രീതിയിൽ ഫ്രൈ ചെയ്തിരിക്കുന്നത് അതിന് ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവുമില്ല. ക്രിസ്പിനെസ്സിലാണ് വ്യത്യാസം വരുന്നത്. നമ്മൾ മാവ് ചേർത്തിട്ടാകുമ്പോഴത്തേക്കും ഒരുപാട് നേരം ഒന്നും ഫ്രൈ ചെയ്യാൻ പറ്റില്ല, അത് കരിഞ്ഞു പോകും. കോൺഫ്ലോർ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ 2 രീതിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള രീതികൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കോൺഫ്ലോർ ചേർത്തത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, ചേർക്കാത്തത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ സോഫ്റ്റ്നെസ് ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.